മനോഹരമായ യാത്രകൾ, നമ്മുടെ മനസ്സിനെ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എല്ലാം ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് വരുന്നൊരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനാണ് വന്നത്. മൃഗങ്ങളെ കാണാറുണ്ടോ? ആന ആ സൈഡിൽ അയക്കുന്നില്ലേ? ചേട്ടാ, ഇതാണ് നമ്മുടെ ഇവിടെ പരിപാടി. ഇത് നമ്മുടെ ഇവിടെ ഇപ്പൊ കാണാൻ വരുന്ന മാമ്പഴത്തറ വ്യൂ പോയിന്റ്, കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. മിനി മൂന്നാർ എന്നാ ഇവിടെ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഒരു 6 മണി വരെ ഇപ്പൊ ആളുകൾ വന്നിരുന്ന മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമല്ലേ? ആനയുണ്ടോ? ഇപ്പം ആന ഉണ്ടല്ലോ, താഴെ നിപ്പുണ്ട്. ആന ഉണ്ട്. കുറച്ച് കഴിയുമ്പോ താഴെ ഇറങ്ങി വരുമോ? താഴെ ഇറങ്ങി വരുമോ? ചേട്ടന്റെ പേരെന്തുവാ? എന്റെ സെൽവരാജ്. തെങ്കാശി പക്കമാണ് നമ്മ സ്വന്തം ഊര്. അവിടെയാ അപ്പ അമ്മ എല്ലാം ഇപ്പൊ ഇറന്നു പോയി. 40 വർഷത്തിന് മേൽക്കാ? 40 വർഷം മുമ്പ് തോട്ടത്തില് അമ്മക്ക് അപ്പാകല, അമ്മക്ക് ആയാവല അമ്മക്ക് ആയാവല അപ്പ ഇറന്നു പോയിട്ട് അപ്പ 22 ഇവിടെ മേൽക്കൂര ഉണ്ടോ? മേൽക്കൂര എന്താന്ന് അറിയത്തില്ല. ആളുകൾക്ക് ഇരിക്കാനുള്ള ലൊക്കേഷൻ മൊത്തം നിന്ന് കാണാം. അപ്പൊ ആനയൊന്നും കേറാതെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. அதுக்கு தான் சோலார் இட்டு സോളാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. ഒന്നുമില്ല, ഭയപ്പെടാൻ വേണ്ട. அதுக்கு தான் சோலார் ഇട്ടേക്കുമ്പോൾ അകത്തെ ഇറങ്ങാൻ ആന വരത്തില്ല. ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങോ? അത് സൈഡ് എല്ലാം ഉണ്ടല്ലോ, അന്ത സൈഡ് ഉണ്ട്. സോലാർ ഇല്ലെന്നാ ആന അപ്പടി കൂടെ സെറ്റ് വഴി ഇറങ്ങും. അവിടെ നമ്മുടെ താഴെ കാണുന്നതാണ് അമ്പനാറ് മറ്റേ ഫോറസ്റ്റ് ഓഫീസ്. അതാ നൈറ്റിൽ അവിടെ ആള് ഇருக்கு, രാത്രി വരാங்க. കൊല്ലം എന്നാൽ വൈബാണ്. കൊല്ലക്കാർക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മാമ്പഴത്തറ വ്യൂ പോയിന്റ്. മിനി മൂന്നാർ എന്നൊക്കെ പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ദൂരെ മഞ്ഞിന്റെ ചാരുതയാർന്ന കാഴ്ചകളും വനത്തിന്റെ വന്യതയും വന്യമൃഗങ്ങളും ഒക്കെ കാണാം. ഞാനീ നിൽക്കുന്ന സ്ഥലത്താണ് നമുക്ക് ഇരിപ്പിടങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നോട്ടക്കാരൻ സെൽവരാജേട്ടനാണ്. വൈകിട്ട് 6 മണി വരെ ചേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് 4 കിലോമീറ്റർ നടന്നാണ് പോയല്ലേ ചേട്ടാ? 4 മൈൽ വനത്തിൽ കൂടി. റോഡുണ്ടെങ്കിൽ തന്നെ ചേട്ടൻ ഇങ്ങനെ വടിയൊക്കെ പിടിച്ച് നടന്നു പോകും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ഈ ഇരിപ്പിട സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ചേട്ടനെയാണ് ഇപ്പോൾ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് നോക്കാനായിട്ട്, നോട്ടക്കാരൻ. ചേട്ടൻ തമിഴ്നാട് ശുരണ്ടൈ നിവാസിയാണ്. എന്തെങ്കിലും 40 വർഷം ഇവിടെ താമസിക്കുന്ന ആളാണ്. നമ്മുടെ മനോഹരമായ കൊല്ലത്തിന്റെ മാമ്പഴത്തറയിലെ പത്തനാപുരം റേഞ്ചിലെ പുനലൂർ ഡിവിഷനിലെ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഇനി ഉയരത്തിൽ കയറി നിന്ന് കാഴ്ചകൾ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, റീൽസ് എടുക്കാം, എല്ലാം കാണാം. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യുക. എത്ര ദൂരം ഉണ്ട് വീട്ടിൽ പോയി? എനിക്ക് ഇവിടെ ഒരു 4 മൈൽ നടക്കും. 4 മൈൽ വനത്തിൽ കൂടെ നടക്കും. റോഡ് തന്നെ അതന്നെ വനമാണല്ലോ. ഒറ്റയ്ക്ക് നടന്നു, പ്രശ്നമൊന്നുമില്ല. നമ്മ എന്നെ ചെയ്യാം, ഒന്നും ചെയ്യാതെ നമ്മളെ ഒന്നും ചെയ്യാതെ. ആന കാണാറുണ്ടോ? ആനയെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ആന കാട്ടി എല്ലാം കണ്ടിട്ടുണ്ട്. ഒന്നും നമ്മ ചെയ്യാൻ മാட்டோம். അതേ ഒന്നും ചെയ്യാതെ അവാട്ടിലാണ് പാടും. ഏതോ ഒരു പൊരുൾ കീഴെ കടന്നാലും പാമ്പിനാലും ശരി അവാട്ടില് പോകും. നമ്മ അത് ശല്യപ്പെടുത്തപ്പെട്ട അവാട്ടില് പോകും. ഇതൊരു ആനയൊന്നും ആക്രമിച്ചിട്ടില്ല. അതെല്ലാം നമ്മ സെഞ്ചാ നമ്മ വിട്ടു കൊടുക്കാതല്ല. കൊണ്ടാലത്തെ ആനോട് താഴെ നിപ്പുണ്ടല്ലേ? ആന താഴെ നിൽക്കുക. ചേട്ടൻ ഇവിടെ ധൈര്യമായിട്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. ഒറ്റയ്ക്ക് കുറച്ച് കഴിയുമ്പോ നടന്നങ്ങ് ഇറങ്ങി പോകും. അപ്പഴേ പോകും. 6 മണി ആകുമ്പോൾ 5 മണി ആകുമ്പോൾ എന്റെ പാട്ട് പോകും. ഈ ആന ഇറങ്ങി വരുമ്പോ നമുക്ക് ഈ കിളി അറിയാൻ സിഗ്നൽ കിട്ടുമല്ലോ? അത് വരുമ്പോ ചട്ടപ്പെടാൻ ചത്തം കേൾക്കും. ഇത് ഓടിക്കും. അത് ഓടിഞ്ചു വരുമ്പോ അപ്പൊ ആന വരും, മരം ഓടിക്കും. അമ്മ ഒന്നുമില്ല, ഇതിലും ചോളാണ് നിസാരം. அதுக்கு ചോളാറിലേക്ക് മേലെ ഒരു കമ്പ് ഓടിച്ചോളും, ഇട്ടിട്ട് അതുക്ക് മേലെ ചാടി വരും. ഈ ബാക്കി കാണുന്ന ഭാഗത്താണ് ഇറങ്ങി വരുന്നത്. ഈ വഴിയേ വരും, വന്ന് ഇവിടെ നിൽക്കും. ആമ്മ അകത്തിരുന്ന് വരും. ചുടുകാട്, അത് ചുടുകാട് ഉള്ളിക്ക അവിടെ വരും. ആമാ, അതുവഴിയെ കുറുപ്പടി ഉണ്ട്. ഇങ്ങനെ കയറി ഇങ്ങനെ വരും. ഇപ്പടി വട്ടേ മത്താപ്പി വന്ന് നിൽക്കും. ആമ്മ ഇവിടെ വന്ന് ആളുകളെല്ലാം അങ്ങനെ വന്ന് ஒரு மாதிரி பைக் எல்லாம் ஒரு மாதிரி கொஞ்சம் சட்டம் தந்தாங்க, அவங்கள கொஞ்சம் ஒரு மாதிரி விரட்டும். ഈ താഴെ കാണുന്ന റോഡിൽ കൂടെ നടന്നു വരത്തില്ല? ഇത് വട്ടേ വരും. வண்டிக்கார ஒன்றும் செய்யல, வண்டியை ஒன்றும் செய்யல. அவங்க சிலவங்க பிடிச்சிட்டு இந்த பேர் குப்பி வச்சு எரியுது. ஆனே சல்லியம் செய்யும். ஆனை வயராக்கி வச்சுக்கிட்டே சில நம்ம எரிஞ்சிட்டு நம்ம விட்டோம்னா அது நம்மள வயராக்கி வச்சுக்கிட்டே இருக்கும். உபதிரிക്കാൻ പാടില്ല. ஆமா, அப்போ நம்ம அது வழியே சரி இந்த புள்ளி இதேதான் வருவான். 25 பேர் அதுல வர ஒரு ஆளு நம்ம எரிஞ்சாம உனக்கு மனம் பிடிச்சி வைக்கும்.
അവളെ പുള്ളി നമ്മളെ വിട്ടുറും, നമ്മളെ കറക്റ്റാ പോയി കേൾക്കും. ഈ ആനകളെ ശല്യം ചെയ്യുന്നതുകൊണ്ടാണ് പിന്നീട് വരുന്നവർക്കും ബുദ്ധിമുട്ട്. அப்படிதான் இந்த கொஞ்சம் வேலை இப்போ செஞ்சுட்டு குறைநாளத்துக்கு ஒரு மாம்பழத்தில் குறைநாளத்துக்கு வருது பையன் வாட்ச்மேன் அதே மாதிரி அவன் திரும்பி ഞാൻ അടിച്ചിട്ട് இதே மாதிரி ചേട്ടക്കറിയാ തീ പിടിച്ചു. നിയമങ്ങൾ പാലിക്കാതെ വരുന്നവരാണ് പ്രശ്നം. അപ്പൊ ഇതൊരു നല്ലൊരു പ്ലേസാ. കാരണം നമ്മുടെ ഈ കൊല്ലത്തെ മിനി മൂന്നാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും ലൊക്കേഷനൊക്കെ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടിട്ട് താഴെ മഞ്ഞൊക്കെ മൂടി. അപ്പൊ ചേട്ടൻ എല്ലാ ദിവസം കാണുന്നുണ്ട് അതിന്റെ ഒരു ആദ്യം വരുന്നവർക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. மஞ்சள் தன்னால இந்த தண்ணி புத்து புத்து புதுன்னு விடும். அது நம்மளுக்கு பழக்கம் இருக்குன்னா ஒண்ணு தெரிய மாட்டேங்குது. நீங்க புதுசாரையெல்லாம் உங்களுக்கு ஒரு மாதிரி இருக்கும், மூக்கடப்பாது இதெல்லாம் இருக்கும். நம்ம இருபத்தி மழையும் நனைஞ்சாலும் சரி ஒரு ஒண்ணும் செய்யாது. ஆமா, தண்ணி பிடிக்காது, ஒண்ணும் நம்மளுக்கு ஒண்ணுமே செய்யாது. ഈ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ വന്നാൽ സഞ്ചാരികൾ വാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ നിന്നും താഴെ വരെ ഓടിച്ചു പോകും. അതുപോലെ തന്നെ വീണ്ടും മുകളിലേക്ക് ഓടിച്ചു വരും. കാരണം ഇതൊരു കാഴ്ചയാണ്. നമ്മളിങ്ങനെ കുത്തനെയുള്ള ഇറക്കം വളഞ്ഞു പുളഞ്ഞ് ഇറങ്ങും തോറും കാഴ്ചയുടെ ഒരു തീവ്രത നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ കൂടിക്കയറി വരുന്ന കാണാം. മഞ്ഞുമലകളും അതുപോലെ മഞ്ഞിങ്ങനെ ഉറഞ്ഞു വരുന്ന കാഴ്ചയും പിന്നെ പച്ചപ്പിന്റെ നടുക്കുകൂടിയുള്ള ഒരു വനപാതയും. ഇവിടെ ധാരാളം ആനയുള്ള സ്ഥലമാണ്, അതുപോലെ തന്നെ കാട്ടികളുടെ സ്ഥലമാണ്. എല്ലാ മൃഗങ്ങളുമുണ്ട്. രാത്രികാലങ്ങളിൽ മൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ മനോഹരമായ സ്ഥലം. മഞ്ഞെപ്പോഴും മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. എന്തെങ്കിലും സഞ്ചാരികൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ വന്ന് പോകുന്നത്. കാരണം ഒരു ചെറിയ ട്രിപ്പിൽ നല്ല കാഴ്ചകൾ കണ്ടു പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സഞ്ചാരികൾ വരുന്നതുകൊണ്ട് കുറച്ച് വിശ്രമിക്കാനും ഇരിക്കുവാനും ഒക്കെ മുകളിൽ ഫോറസ്റ്റിന്റെ വകയായിട്ട് കുറച്ച് ബെഞ്ചുകളൊക്കെ, സിമെന്റ് ബെഞ്ചുകളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇരുന്നും ഉറച്ചിൽ നിന്നും കാഴ്ചകളൊക്കെ കാണാം. സഞ്ചാരികൾ മിസ്സാവാതെ കാണേണ്ട ഒരു മനോഹര സ്ഥലം തന്നെയാണ് നമ്മുടെ മാമ്പഴത്തറ വ്യൂ പോയിന്റ്. ചാരിയക്കരയിൽ നിന്നും പുറവന്താവളം വഴി മാമ്പഴത്തറ വഴി എത്തി വ്യൂ പോയിന്റിലെത്താം. അതുപോലെ തന്നെ കഴുതരൊട്ടിയിൽ നിന്നും നേരെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ മാമ്പഴത്തറ വ്യൂ പോയിന്റിലെത്താം. ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു ചെറിയ യാത്രയിൽ, ഒരു ദിവസം യാത്രയിൽ കൊല്ലത്തിന്റെ മനോഹരമായ നല്ല സ്ഥലങ്ങൾ കണ്ടു പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ വിഷലിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഓടിച്ച് കാണിക്കുന്നത്. മറ്റേ നമ്മൾ മുകളിൽ നിന്ന് കാണിക്കുന്ന ഒരു എഫക്റ്റ് അല്ല. താഴെ നിന്ന് നോക്കുമ്പോൾ അതിവിശാലമായ കാഴ്ചകൾ നമുക്ക് കാണാം. മുകളിലോട്ടും കാണാം. താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പിന്റെ വനത്തിന്റെ വന്യതയൊക്കെ ഭയങ്കര സൗന്ദര്യമാണ്. എന്തായാലും നമുക്ക് വീണ്ടും തുടർന്ന് അങ്ങോട്ട് കാഴ്ചകൾ കാണാം. മാമ്പഴത്തറ വ്യൂ പോയിന്റ് വൈബാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വരുന്നവർക്ക് ഇരിക്കാൻ കുറച്ച് ഇരിപ്പിടമൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ വന്ന് താഴേക്ക് നിന്ന് കറങ്ങി പോകണം. എന്നൊക്കെയാലും ഇതിനോടൊപ്പം ഒരു കഫ്തീരിയ വരുമെന്ന് നമുക്കറിയില്ല. ഫോറസ്റ്റുകാർ അത് അനുവദിക്കുമോന്നും അറിയില്ല. എങ്കിലും നമ്മുടെ ശിവരാജേട്ടനാണ് ഇവിടുത്തെ നോട്ടക്കാരൻ കേട്ടോ. അപ്പോൾ ശിവരാജേട്ടന്റെ എല്ലാ സാന്നിധ്യവും എപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് ഇനിയും നമ്മുടെ ഈ മേഖലകളൊക്കെ ആളുകൾ വരുന്ന കാഴ്ചകൾ ഞങ്ങൾ ഒരുപാട് വീഡിയോ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നത്. 2 വർഷമായിട്ട് മാമ്പഴത്തറ വ്യൂ പോയിന്റ് വീഡിയോ കൊടുക്കുകയാണ്. ഇപ്പോൾ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാറ്റും കാടിന്റെ കുളിരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയും. ദൂരെ മാമരകൾക്കപ്പുറത്ത് മഞ്ഞ് പെയ്തു തുടങ്ങി. മാമ്പഴത്തറ വ്യൂ പോയിന്റ് മനോഹരമായ ദൃശ്യം. കൊല്ലംകാർക്ക് ഇത്രയും മനോഹരമായ കാഴ്ച ഒരുക്കുന്ന വേറൊരു സ്ഥലവുമില്ല. നമ്മുടെ യാത്രകൾ ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വനവന്യതയുടെ കാഴ്ചകൾക്കൊപ്പം മനോഹരമായ മറ്റ് കാഴ്ചകളും തരുന്നുണ്ട്. എന്തൊക്കെയാലും നമ്മുടെ മഞ്ഞും കുളിരുമേറ്റ് ഇങ്ങനെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റും അതിന്റെ പ്രദേശത്തുള്ള വനമേഖലയും ഒക്കെ. ഏതായാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.